എന്താണ് ഹലാൽ? ഇറച്ചി അറക്കുമ്പോൾ ബിസ്മി ചൊല്ലുന്നത് കൊണ്ട് അത് നമ്മൾ കഴിക്കുമ്പോൾ നമ്മൾ മുസ്ലിങ്ങളാവും എന്ന് പറയുന്നു. ഞാൻ കേട്ട ഏറ്റവും വലിയ പൊട്ടത്തരമാണത്. സർവശക്തനായ അള്ളാഹുവാണ് എല്ലാത്തിനും ജീവൻ നൽകിയത്. ഒരു പശുവിനെ അറക്കാൻ എനിക്കാരാണ് അധികാരം നൽകിയത്? എനിക്കതിന് അധികാരമില്ല. അള്ളാഹു പറയുന്നു, എന്നാൽ ചില സാഹചര്യങ്ങളിൽ പ്രത്യേക രീതിയിൽ അറുക്കാൻ നിങ്ങൾക്ക് അനുവാദമുണ്ട്. ഒരു കാരണവശാലും അള്ളാഹുവിൻ്റെ സൃഷ്ടി ഇല്ലാതാക്കാൻ എനിക്ക് സാധിക്കില്ല. അതിൻ്റെ പരിസ്ഥിതിയെ തകർക്കാൻ പോലും എനിക്കാവില്ല. ഞാനൊരു മരം മുറിക്കുകയാണെങ്കിൽ എന്നോട് തന്നെ ചോദിക്കണം, എന്തിനാണ് ഇത് മുറിക്കുന്നതെന്ന്. ആവശ്യമില്ലെങ്കിൽ അതിനെ വെറുതെ വിടുക. അതിൻ്റേതായ ഒരു ജീവിതമുണ്ട്. നിങ്ങളൊരു മുസ്ലിമാണ്, എല്ലാം സമാധാനത്തോടെ കാണണം. വിറകിൻ്റെ ആവശ്യത്തിനോ വഴി തെളിയിക്കാനോ ആണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ജീവൻ നൽകിയ അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് നിങ്ങൾ മുറിക്കാൻ തുടങ്ങണം. അപ്പോൾ ഒരു കാര്യം, അതിലുള്ള ജീവിയുടെ കാര്യമോ? നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ശബ്ദമുണ്ടാക്കിക്കൊണ്ട് നിങ്ങൾ ഉപദ്രവിക്കുന്ന കൊതുകിനെ സ്പ്രേ കൊണ്ട് കൊല്ലുന്നതിന് മുമ്പ് സർവശക്തനായ അള്ളാഹുവിൻ്റെ നാമത്തിൽ എന്ന് പറയണം, ബിസ്മില്ലാ. എന്ത് സംഭവിച്ചു? അവർ നശിച്ചു. എന്നാൽ അതിനൊരാവശ്യമുണ്ടായിരുന്നു. നിങ്ങൾ വെറുതെ പോയി അതിനെ കൊന്നതല്ല. ഒരു ഇഴജന്തു ഉപദ്രവിക്കുകയാണെങ്കിൽ സർവശക്തനായ അള്ളാഹുവിൻ്റെ നാമത്തിൽ ആ പേര് പറയണം. അവനാണല്ലോ ജീവൻ നൽകിയത്. ജീവനെടുക്കാൻ നീ ആരാണ്? മൃഗങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ ചില മൃഗങ്ങളെ ഭക്ഷിക്കാൻ അനുവാദമുണ്ട്. എന്നാൽ ക്രൂരത കാട്ടരുത്. ഒരു മൃഗത്തിൻ്റെ ജനനം മുതൽ മരണം വരെ അതിനെ എങ്ങനെ നോക്കി എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വളർത്തുന്ന മൃഗങ്ങളോട് ഏറ്റവും നല്ല രീതിയിൽ വർത്തിക്കണം. ആ മൃഗങ്ങളെ അവർക്ക് വേണ്ട രീതിയിൽ നല്ല രീതിയിൽ പരിചരിക്കണം. നല്ല ഭക്ഷണവും സ്ഥലവും സൗകര്യവും ഒക്കെ ഒരുക്കി കൊടുക്കണം. ആ മുസ്ലിങ്ങളുടെ അറവുശാലകളിൽ വളരെ ക്രൂരമായാണ് മൃഗങ്ങളെ അറക്കുന്നത്. ഉള്ളത് പറയാമല്ലോ, ഞാൻ പോയിട്ടുണ്ട്, കണ്ടിട്ടുമുണ്ട്. നിങ്ങൾ ഞെട്ടിപ്പോയി. വല്ലാത്തൊരവസ്ഥ. ആളുകൾ പറയും, നിങ്ങൾ ക്രൂരതയാണ് ചെയ്യുന്നത്, വന്നിട്ട് നോക്ക്, നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് എന്നവർ പറയും. നല്ല ഭക്ഷണം കൊടുത്ത് നല്ല രീതിയിൽ വളർത്തിയ പശുവിനെയും ആടിനെയും മറ്റ് മൃഗങ്ങളെയുമാണ് അറുക്കേണ്ടത്. അല്ലാതെ അട്ടിയട്ടിയായി വളർത്തിയ തൂവലില്ലാത്ത കോഴിയെയും താറാവിനെയും മരുന്നടിച്ചാണ് വളർത്തുന്നത്. ക്രൂരമായി കൊല്ലപ്പെട്ട് മേശയിൽ വിളമ്പാൻ വേണ്ടിയായിരുന്നു അവയ്ക്ക് ജീവൻ നൽകിയത്. ഇത് ഹലാലല്ല, ഇത് വേണ്ട. അതിന് അതിൻ്റെ ജീവൻ നൽകണം. ഏറ്റവും നല്ല രീതിയിൽ വളർത്തണം. എല്ലാ മൃഗങ്ങളെയും പോലെ അതിനെയും പരിചരിക്കണം. ഏറ്റവും നല്ല ഭക്ഷണം നൽകണം. എന്നിട്ട് ആളുകൾ അധികം കാണാതെ അതിനെ ഏറ്റവും നല്ല രീതിയിൽ വേണം അറുക്കാൻ. അതേസമയം ഏറ്റവും മൂർച്ചയുള്ള കത്തി കൊണ്ടാണ് മറുക്കേണ്ടത്. കേന്ദ്ര നാഡീവ്യൂഹം ഉള്ളതുകൊണ്ടാണ് തൊണ്ടയിൽ അറക്കുന്നത്. എത്ര ശക്തമായൊരു അഭിപ്രായമാണത്. ചിലപ്പോൾ അവർ പറയും, ഇതിനെയൊക്കെ അടിച്ചു കൊല്ലണമെന്ന്. എന്നാൽ മൃഗങ്ങളെ ഇതുപോലെ അടിച്ചു കൊല്ലുമ്പോൾ കൂടുതൽ വേദന ഉണ്ടാകും എന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഇനി നിങ്ങൾക്കറിയാമോ? അതെങ്ങനെ? നിങ്ങൾക്ക് പരിശോധിക്കാം. ആ മൃഗത്തെ സംശയിപ്പിക്കുകയാണ്, ബോധമില്ലാതെ കൊല്ലുകയാണ്. നിങ്ങൾ എന്താ പറയുന്നത്? അത്ഭുതം തന്നെ. നിങ്ങൾ താടി വടിക്കുമ്പോൾ വെള്ളമൊഴിച്ച് ഈ ക്രീം മാറ്റിയാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവൂ അത് വടിച്ചെന്ന്. അതെന്തുകൊണ്ടാണ്? ബ്ലേഡ് നല്ല മൂർച്ചയുള്ളതായിരുന്നു. അതുകൊണ്ട് മൂർച്ചയുള്ള ബ്ലേഡ് വെക്കണം, പെട്ടെന്ന് അറുക്കണം. നിങ്ങളുടെ കൈ പൊള്ളുമ്പോൾ എന്താണ് സംഭവിക്കുക? കേന്ദ്ര നാഡീവ്യൂഹത്തിലൂടെ തലച്ചോറിലേക്ക് ഒരു മെസ്സേജ് പോകും, നീ അപകടത്തിലാണ്, കൈവെക്കൂ. എല്ലാം പെട്ടെന്നാകും. എന്നാൽ നിങ്ങളുടെ നാഡീവ്യൂഹം മുറിഞ്ഞാൽ ആ വേദന, ആ മെസ്സേജ് പോകാതെ കുടുങ്ങിക്കിടക്കും. നിങ്ങളുടെ രക്തയോട്ടം അപ്പാടെ നിർത്തും. അപ്പോഴെന്ത് സംഭവിക്കും? വല്ലാത്തൊരു മരവിപ്പായിരിക്കും. അങ്ങനെയാണ് ഹലാൽ. അങ്ങനെ നിങ്ങൾ അറക്കുകയാണെങ്കിൽ മെസ്സേജ് അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയില്ല, തടസ്സപ്പെടും. അതിൻ്റെ കാരണം നാഡീവ്യൂഹം മൊത്തത്തിൽ മുറിഞ്ഞിരിക്കുകയും. അറുക്കുമ്പോൾ ജീവൻ നൽകിയവനോട് അനുവാദം ചോദിക്കണം. അല്ലാത്ത പക്ഷം ആ ഭക്ഷണം നിങ്ങൾ കഴിക്കരുത്. ദൈവത്തിൻ്റെ അധികാരത്തിൽ നിന്ന് നിങ്ങൾ കട്ടെടുക്കുകയാണ്. അല്ലാഹു അക്ബർ. മൃഗത്തെ എങ്ങനെയാണ് അങ്ങനെ അറക്കുക? അതിൻ്റെ ജീവൻ എടുക്കാൻ നിങ്ങളാരാണ്? ജീവൻ നൽകിയതിൻ്റെ നാമത്തിൽ അവൻ്റെ അനുവാദത്തോടെ ഞാൻ എടുക്കുന്നു എന്ന് പറയണം. എത്ര മനോഹരമായ രീതി! അതാണ് ഹലാലാകുന്നത്. നിങ്ങളൊരു ജീവൻ എടുക്കുകയാണ്. ക്രിസ്ത്യാനികളും ജൂതന്മാരും ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ലോകത്തിലെ എല്ലാ പ്രവാചകന്മാരും ഇത് തന്നെയാണ് പഠിപ്പിച്ചതും. ഇസ്ലാം ഇത് നിർബന്ധമാക്കുന്നുണ്ട്, ഒപ്പം ജൂതമതവും. എന്നാൽ ജൂതന്മാർ ഇക്കാര്യത്തിൽ കൂടുതൽ കണിശമാണെന്ന് ഞാൻ പറയും. പഠിച്ചിട്ട് മനസ്സിലാക്കൂ. ഒരേ രീതി. എന്തുകൊണ്ടാണ് ഹലാൽ എടുക്കുന്നത്?
കാരണം അതാണ് ഏറ്റവും നല്ല വഴി. നിഷിദ്ധമായ മാംസം കഴിക്കുന്നതിൽ നിന്നും തടയുന്നതാണത്. അതേ സുഹൃത്തുക്കളെ, അള്ളാഹു നമ്മളെ സംരക്ഷിക്കുന്നു. എല്ലാ കാര്യങ്ങളും നന്നായി പോകുന്നുണ്ടെന്ന് മേൽനോട്ടക്കാരൻ ഉറപ്പുവരുത്തും. ഇക്കാര്യങ്ങളെല്ലാം നേരായ രീതിയിലാണ് ചെയ്തത്. അത് നിഷിദ്ധമാംസമല്ല സഹോദര. ജീവൻ നൽകിയവൻ്റെ നാമത്തിൽ അറുക്കപ്പെട്ടത് കഴിക്കുന്നത് ബഹുമാനവും ആദരവുമാണ്. ഭക്ഷണ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണിത്. നീ പറഞ്ഞ എല്ലാ നിയമങ്ങളും നിങ്ങൾ അനുസരിച്ചു, നിങ്ങളെല്ലാം നിറവേറ്റി. അതുകൊണ്ട് റബ്ബേ, ഈ ഭക്ഷണത്തിൽ നിന്നുള്ള അനുഗ്രഹം ലഭിക്കണേ ഞങ്ങൾക്ക് നീ. അല്ലാത്ത പക്ഷം ഞാൻ പച്ചക്കറി കഴിക്കുമായിരുന്നു. അള്ളാഹു നമ്മളെ രക്ഷിക്കട്ടെ.